നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ. മാതാജി, ഇപ്പോഴും ഇവിടെ തന്നെ ഇരിപ്പാണോ? സമയം ഒരുപാടായല്ലോ. ഇല്ല മോളെ, രാഘവ് വരാതെ ഞാൻ ഉറങ്ങില്ല. മോള് കിടന്നോ? പുറത്ത് നല്ല തണുപ്പുണ്ട്. അവൻ വരാതെ എനിക്ക് സമാധാനമില്ല. എൻ്റെ മാതാജി, കൊഴുത്ത 4 മുട്ടനാടുകളെയും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഇന്ന് ആ വറ്റകളെ ചന്തയിൽ വിറ്റിട്ട് തിരികെ വരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കുറേയായി നമ്മൾ കഷ്ടത്തിലായിരുന്നില്ലേ? ഏതായാലും കാര്യമായി ഒന്നും കൊണ്ടുവരാതിരിക്കില്ല എന്ന് കരുതി ഇത്രയും വൈകണോ? മലയിൽ പുലി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. അടുത്ത ഗ്രാമത്തിൽ നിന്ന് 2 പേരെ പിടിച്ചു. പോരാത്തതിനിന്ന് കറുത്ത വാവുമാണ്. ഉള്ളതിനെ വിറ്റിട്ട് ബാക്കിയുള്ളതിനെ തിരിച്ചു കൊണ്ടുവന്നാൽ പോരെ? ബാക്കിയുള്ളതിനെ നാളെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലും മതിയല്ലോ. മാതാജിയുടെ മകനെ മാതാജിക്ക് അറിയില്ലേ? അദ്ദേഹം ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അത് പൂർത്തിയാക്കിയിട്ടേ തിരിച്ചു വരൂ. നോക്കൂ മാതാജി, അവിടെ വെളിച്ചം കാണുന്നുണ്ട്. അത് അദ്ദേഹം തന്നെ. ആ, അത് രാഘവ് റാം ആയിരുന്നു. ആ, മാതാജി ഇതുവരെ ഉറങ്ങിയില്ലേ? എവിടെയായിരുന്നടാ നീ ഇതുവരെ? ഉള്ള ആടുകളെ വിറ്റിട്ട് ബാക്കിയുള്ളതിനെ നാളെ ചന്തയിൽ വിറ്റാൽ പോരായിരുന്നോ? ഇല്ല മാതാജി, ഒരു കാര്യവും നാളേക്ക് വെക്കരുതെന്ന് പിതാജി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. അവസാനം ഒരു സേഡ്ജിക്ക് നമ്മുടെ ഏറ്റവും വലിയ മുട്ടനാടിനെ കൊടുത്തു. കിട്ടിയത് നല്ല വിലയാ. അതിന് വാങ്ങിയ സാധനങ്ങളാണ്. ഒരു മാസം കുശാലായി ഉണ്ടുറങ്ങാം. നിങ്ങൾ അറിഞ്ഞില്ലേ, മലയിൽ ഒരു പുലി ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാതാജി ഇത്രയും പേടിച്ചത്. അതൊക്കെ ഞാൻ അറിഞ്ഞു. അത് പിന്നെ പറയാം. നീ ഏതായാലും അത്താഴം എടുത്തു വയ്ക്കൂ, എനിക്ക് വിശക്കുന്നു. ശരി. ഇന്നെൻ്റെ മാതാജിക്ക് എൻ്റെ കൈ കൊണ്ട് ഞാൻ ഭക്ഷണം വാരിത്തരും. ആ, ആഹാരത്തിന് ശേഷം. ആ കടുവ ഈ ഗ്രാമീണർക്ക് ഇനി ഒരു തലവേദനയാകുമല്ലോ. ദൈവദിനം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയത്. ഗ്രാമമുഖ്യൻ ഇടപെട്ടൊരു ശിക്കാരിയെ കൊണ്ടുവന്ന് പുലിയെ പിടിക്കുമായിരിക്കും. പിന്നെ ഇവിടുത്തെ അവസ്ഥ നിനക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് വൈകിയതും. എങ്കിലെന്താ, ഇന്ന് അത്താഴം കഴിക്കാൻ പറ്റിയില്ലേ? എന്നാലും ഇന്നെൻ്റെ മാതാജിക്ക് ഞാൻ ഭക്ഷണം വാരി കൊടുത്തു. എൻ്റെ അധ്വാനത്തിനുള്ള കൂലി അതുതന്നെയാണ്. വയറും മനസ്സും നിറഞ്ഞു. നല്ല അമ്മയും മകനും. ആ, ഏതായാലും ഉറങ്ങിക്കോ, നേരെ ഒരുപാടായി. ശുഭരാത്രി. എന്താണത്? അതെന്താണ്? ഇതാ കടുവ തന്നെ. അതാ നായ്ക്കൾ ഭയന്നോടുന്നു. എന്തായിരിക്കും അത്? അന്ന് രാത്രി രാഘവ് റാമിന് ഉറക്കം വന്നില്ല. അതെ, ഒന്ന് എഴുന്നേറ്റ് വന്നേ. നമ്മുടെ മാതാജി എഴുന്നേൽക്കുന്നില്ല. ഒന്ന് വന്നേ. എന്ത്? അതെ, മാതാജി, 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 ഞാനാ വിളിക്കുന്നത്. എഴുന്നേൽക്ക് മാതാജി, മാതാജി. ഇതെന്താ രാഘവിൻ്റെ വീട്ടിലെ ആൾക്കൂട്ടം? അയാളുടെ മാതാജി മരിച്ചു. രാഘവ്, ഞാൻ അടുത്ത ഗ്രാമത്തിലായിരുന്നു. ഇപ്പോഴാണ് വന്നത്. അപ്പോഴാണ് അറിഞ്ഞത് അമ്മ. തലേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അത്താഴം കഴിച്ചതാണ്. അന്നേരം ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും എനിക്ക് മനസ്സിലാവുന്നില്ല. ദൈവം അമ്മയ്ക്ക് അത്രേ ആയുസ് കൊടുത്തിരുന്നുള്ളൂ എന്ന് ആശ്വസിക്കേ. ഇല്ല കേശവറാം, മരിക്കും മുമ്പ് ആരെയോ മാതാജി കണ്ടിട്ടുണ്ട്. കാരണം യമുന പുറത്തേക്ക് ചെന്നപ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അതാരാവും? അറിഞ്ഞോ, നമ്മുടെ നാട്ടിലിറങ്ങിയ പുലി ആ കാടിനടുത്ത് ചത്തു കിടക്കുന്നു. വരൂ രാഘവ്, ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശരി, പോയി വാ. അമ്പോ, അസല് വരയും പുലി തന്നെ. അത് തന്നെ. എന്തൊരു വലിപ്പല്ലേ. ഇതെങ്ങനെ ചത്തു? നോക്ക്, അതിൻ്റെ വയർ കീറിപ്പിളർന്നിട്ടിരിക്കുന്നു.
കുടൽമാലകളും പുറത്തു. ഈ കടുവ എങ്ങനെ ചത്തു ആവോ? ഏതായാലും വലിയൊരു ഭീതി ഒഴിഞ്ഞല്ലോ. അതെ അങ്ങുന്ന. ഏതായാലും ഇതിനെ സംസ്കരിക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ. രാഘവറാമിൻ്റെ വീട് വരെ ഒന്ന് പോകണം. ഓ ഇതെന്താ? ഈ പക്ഷിത്തൂവൽ. വിഷമമുണ്ട് രാഘവറാം, പക്ഷെ എന്തു ചെയ്യാം? വിധിയൊന്നോർത്ത് സമാധാനിക്കൂ. കേശവ് രാഘവിനോട് താൻ കണ്ട കാര്യങ്ങൾ പറയുന്നു. കേശവ്, തലേ ദിവസം രാത്രിയിൽ ആ കടുവയെ എന്തോ ആക്രമിക്കുന്നത് ജനാലിലൂടെ ഞാൻ ദൂരെ കണ്ടു. പക്ഷെ എന്തായിരുന്നു അതെന്നും വ്യക്തമാവുന്നില്ല. അങ്ങനെ സായാഹ്നത്തോടെ ശവദാഹം നടന്നു. രാഘവ്, ഞാൻ വരട്ടെ. നേരം ഇരട്ടി തുടങ്ങി. വീട്ടിൽ ഭാര്യ കാത്തിരിക്കുന്നുണ്ടാവും. ഇങ്ങോട്ടായിരുന്നു എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നില്ല. ശരി കേശവ്. ഇതാ, ഇന്ന് അമാവാസി പിറ്റേന്നല്ലേ? നിലാവിന് വെളിച്ചം കുറവാണ്. ഈ ചൂട്ടും കയ്യിൽ കരുതിക്കോ. ശരി. പിന്നെ കേശവ്, എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. എനിക്ക് ഭയമില്ല രാഘവ്. എത്ര ഇരുട്ടുള്ള രാത്രിയിൽ നമ്മൾ ഇതുപോലെ പുറത്തിറങ്ങി നടന്നിട്ടുണ്ടെന്നോ? പക്ഷെ എന്തൊക്കെയോ ശരിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീ സൂക്ഷിച്ചു പോകണം. താൻ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. സമാധാനമായിരിക്കും, നമുക്ക് കാണാം. ശരി. അങ്ങനെ കേശവറാം കാടിനോട് ചേർന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. പാവൻ രാഘവൻ്റെ അമ്മ. ആ, എല്ലാം വിധി, അല്ലാതെ എന്തു പറയാൻ. ഇരുട്ടിന് ശക്തി കൂടി വരും പോലെ. മോനെ കേശവ്. രാഘവൻ്റെ മാതാജിയുടെ ശബ്ദം. പിന്നെ കേശവ്, എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ എന്നെ തനിച്ചാക്കി പോകരുത് മകനെ. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് സംഭവിച്ചത് സ്വാഭാവിക മരണമല്ല, ദുർമരണമാണ്. ഞാൻ പ്രായാധിക്യം മൂലം മരിച്ചതല്ല, എന്നെ കൊന്നതാണ്. എങ്ങനെ? ആരാണോ കൊന്നത്? ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. എൻ്റെ മരണവിവരം യാഥാർത്ഥ്യത്തിൽ പറയാനാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. അത് അറിയാനുള്ള യോഗം രാഘവിനല്ല, അത് നിനക്കാണ് വിധി തന്നിരിക്കുന്നത്. നിന്നോട് അത് പറയാതെ എനിക്ക് പരലോകത്ത് പോകാൻ കഴിയില്ല. പോകും മുമ്പ് ആ യാഥാർത്ഥ്യം നിന്നോട് പറയണം എന്നെനിക്ക് തോന്നി. ഭയപ്പെടേണ്ട, നീ തിരിഞ്ഞു നോക്കൂ മകനെ. കണ്ടില്ലേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ മോൻ സന്മനസ് കാണിക്കണം. ദയവായി എൻ്റെ കൂടെ വരൂ. എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? അന്ന് അത്താഴം കഴിച്ച് കിടന്നപ്പോൾ തന്നെ മരണത്തിൻ്റെ സൂചന എനിക്ക് കിട്ടിയിരുന്നു. രാഘവിനോട് ഞാനൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അതെല്ലാം കേട്ട് അവൻ എന്നെ വഴക്ക് പറയുകയും കരയുകയും ചെയ്താലോ? ആ സമയം നായ്ക്കൾ മുറ്റത്ത് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, മറ്റെന്തോ ഒരു ശബ്ദം കൂടി ഞാൻ കേട്ടു. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചൂട്ട് കെട്ടുപോയി. ഇതെവിടെ നിന്നാണ് നിലാവുദിച്ചത്? എല്ലാം വ്യക്തമാകുന്നല്ലോ. കയ്യിലെ വെളിച്ചം അണഞ്ഞുപോയി അല്ലേ? അന്ന് അത്തരത്തിലൊന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മരിക്കില്ലായിരുന്നു. പെട്ടെന്ന് ആ വൃദ്ധ അപ്രത്യക്ഷയായി.